ഹംപി വ്ളോഗ് പാർട്ട് 3യിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ നോർത്ത് ഹംപിയിൽ താമസിച്ചിരുന്ന ഒരു സ്റ്റേ ആണ്. അവിടെ ഒരു ഷാക്കൊക്കെ ഉണ്ട്. ഇസ്രയേലികളായ കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളും 1-2 ടീമുകൾ മാത്രമേ ഉള്ളൂ. നല്ല മനോഹരമായൊരു സായാഹ്നമായിരുന്നു അത്. സംഗീതവും പാട്ടും നൃത്തവും. ഇനി അതെല്ലാം ഡ്രിങ്ക്സ് കഴിക്കേണ്ടവർക്ക് അത് കഴിക്കാം. ബിയർ കഴിക്കുന്നുണ്ട് ചില ഫോറിനേഴ്സ്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകളുമുള്ള ഒരു ഷാക്കായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ഒരു നമുക്ക് സനാപൂർ ലേക്കിലെ ഒരു സൺറൈസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ സൺറൈസ് മനോഹരമായൊരു കാഴ്ചയാണ്. ഈ കാണുന്നത് ഗ്രാമക്കാഴ്ച എന്ന് പറയുമ്പോൾ വടക്കൻ ഹംപി വളരെ മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്, പറയാതെ പറ്റില്ല. നോർത്ത് ഹംപിയിൽ നിന്നും ഞങ്ങൾ താമസിച്ച സ്ഥലത്തു നിന്നും ഏകദേശം നടന്നു പോകാനുള്ള ദൂരം മാത്രമുള്ള സനാപൂർ ലേക്കാണിത്. ഇവിടെ പ്രശസ്തമായ കൊറാക്കിൾ റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടവഞ്ചി കയറിയിട്ട് ഇങ്ങനെ കറങ്ങാനൊക്കെ പറ്റും. കൂടാതെ നല്ലൊരു വ്യൂ പോയിൻ്റാണ് സനാപൂർ ലേക്ക്. ശരിക്കും പറഞ്ഞാൽ അതൊരു റിസർവ് ഫോറസ്റ്റാണ്. ഈ അടുത്ത കാലത്ത് ഒരു ഹിപ്പി ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡുണ്ട്. ആനന്ദം സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അവർ കൊട്ടവഞ്ചിയിൽ നിന്നും അക്കരെ കയറി പോയിട്ടൊരു പ്രത്യേകമായ ലോകത്ത് ചെല്ലുന്നു എന്ന് പറയുന്നത്. ആ ഹിപ്പി ഐലൻഡ് ഇപ്പോൾ കേസിൽപ്പെട്ട് ഇങ്ങനെ പ്രവർത്തനം അല്ലാതിരിക്കുകയാണ്. അവിടെ തടാകത്തിൻ്റെ അപ്പുറത്തെ കരയിലാണ് ആ ഹിപ്പുകളുടെ വളരെ വളരെ വൈവിധ്യമാർന്ന ഒരു ലൈഫ് സ്റ്റൈലൊക്കെ നിറഞ്ഞ റിസോർട്ടുകളും ഷാക്കുകളും ഒക്കെ ആയിട്ട് ഒരു വ്യത്യസ്തമായ ഹംപിയുടെ പിക്ചർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓപ്പൺ അല്ല. വളരെ മനോഹരമായ ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്നൊരു വഴിയാണ് നമ്മളീ കാണുന്നത്. ഹംപിയുടെ ചരിത്രാവശിഷ്ടങ്ങളിൽ നിന്നും മാറി ഒരു കാനന ഭംഗി നിറഞ്ഞ ഒരു മനോഹരമായ പ്രദേശമാണ് ഈ പറയുന്ന സനാപൂർ ലേക്കും പരിസര പ്രദേശങ്ങളും. 1336 ഹംപി നഗരം സ്ഥാപിക്കപ്പെടുന്നത്. ചരിത്രാവശിഷ്ടങ്ങളുടെ പഠനത്തിൽ നിന്നും ഹംപി കോട്ട കെട്ടി ഭദ്രമാക്കിയൊരു നഗരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കോട്ടമതിലുകളിലെ കല്ലുകളെ യോജിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള ചുണ്ണാമ്പ് കൂട്ടുകളും ഉപയോഗിച്ചിരുന്നില്ല. പകരം പൂളുകൾ ഉപയോഗിച്ചാണ് കല്ലുകൾ പരസ്പരം ബന്ധിച്ചിരുന്നത്. മറ്റു നഗരങ്ങളിലേതുപോലെയല്ല ഈ കോട്ടമതിലുകളെന്നും ലോകത്തിലെ കുറച്ച് ഇടങ്ങളിലെ ഇത്തരം ഉന്നത നിലവാരത്തിലുള്ള കൽപ്പണി ഉള്ളെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് 1336 ഹരിഹരൻ ഒന്നാമൻ ആണ്. 1485 വരെ സംഗമ വംശവും 1486 മുതൽ 1504 വരെ സാലുവ വംശവും 1505 മുതൽ 1542 വരെ തുളുവ വംശവും 1542 മുതൽ 1649 വരെ അരവിട് വംശവും ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യമാണ് ഈ ഹംപിയിലെ വിജയനഗര സാമ്രാജ്യം. നമുക്കറിയാം ഇത് എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഈ കാണുന്നത് ഹംപിയിലെ, പ്രത്യേകിച്ചും നോർത്ത് ഹംപിയിലെ ഒരു ഗ്രാമമായ സനാപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. വളരെ മനോഹരമായ ശാന്തരായ മനുഷ്യരുള്ള, മൃഗങ്ങളിൽ മറ്റ് ജീവികളുമായിട്ട് ഇണങ്ങിച്ചേർന്ന് താമസിക്കുന്ന ഒരു പ്രദേശമാണ് സനാപൂർ പറഞ്ഞ ഗ്രാമം. വളരെ മനോഹരവും കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു ഗ്രാമ ഭംഗിയാണ് നമുക്ക് സനാപൂരിൽ കാണാൻ കഴിയുന്നത്. അവിടുത്തെ ഹംപി എന്നുള്ള ഒരു ഹെറിറ്റേജ്
ഒരു നഗരത്തിൻ്റെ ഓരം ചേർന്ന് ആ മോണമെൻറ്റ്സിനോടൊക്കെ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അതിൽ ഒരു നാശനഷ്ടം ചെയ്യാതെ അതുമായിട്ട് ഇണങ്ങിച്ചേർന്ന് താമസിക്കുന്ന ജനങ്ങൾ, പ്രത്യേകിച്ചും ഹംപിയുടെ ഓരം ചേർന്ന് താമസിക്കുന്ന അവർ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ കൂടുതലും അവരുടെ ജീവിതം. പിന്നെ കൃഷിയുണ്ട്, കന്നുകാലി വളർത്തലൊക്കെ ഉണ്ട്. കാഴ്ചകൾ കാണുന്ന പോലെ തന്നെ വളരെ സൗഹൃദം ഉള്ള ആൾക്കാർ തന്നെയാണ് ഹംപിയിലെ ജനങ്ങൾ എന്ന് പറയാതെ പറ്റില്ല. നല്ല വൃത്തിയുള്ള തടാകങ്ങളും മാലിന്യം ഒന്നും വിടാതെ വളരെ ഭംഗിയായി അവർ ആ ഗ്രാമത്തെ, അതിവിശാലമായ തലസ്ഥാന നഗരിയായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിന് ഉള്ളത്. ഒരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഞങ്ങളിങ്ങനെ രാവിലെ സനാപൂർ ഗ്രാമത്തിലൂടെ പ്രഭാത സൺറൈസ് കാണാനൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി. വളരെ നല്ല രസമായിരുന്നു. അവിടുന്ന് നല്ല റോഡിൻ്റെ ഇരു സൈഡുകളിലും പാറക്കെട്ടുകളും ഗ്രാമക്കാഴ്ചകളും കൊണ്ട് നിറഞ്ഞ ഒരു പ്രത്യേകതരം പ്രദേശമാണ് ഹംപി.